കോൺഗ്രസിന് ദേശീയ തലത്തിൽ അനുദിനം അടി വീണുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ വേണ്ട തരത്തിൽ കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ ദേശസ്നേഹമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത്. പക്ഷേ അത് മുഴുവൻ ദേശവിരുദ്ധമായ കാര്യങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാജയവും. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പാർലമെൻറ്റിൽ മണിക്കൂറുകളോളമായിട്ടുള്ള ചർച്ച പുരോഗമിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി അതിൽ തെന്നി വീഴുന്നത്. അമിത്ഷായുടെ ആ ഗംഭീര പ്രസംഗം അത് കേട്ടപ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്നൊരു കയ്യടി ഉയർന്നത് ശശി തരൂരിൻ്റെ തന്നെയാണ്. തരൂരെ അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ നരേന്ദ്രമോദിയുടെ ചില നിലപാടുകളെ ശശി തരൂർ പരസ്യമായിട്ട് തന്നെ പ്രശംസിച്ചിട്ടുണ്ട്. കാരണം അതങ്ങനെ പരസ്യമായി പറയേണ്ട കാര്യമാണ്. അതാണ് തരൂരിൻ്റെ വലിപ്പം. ഇപ്പോൾ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച്, അത് കഴിഞ്ഞ് ഈ പഹൽഗാം ആക്രമണത്തിൽ ഭീകരവാദികളെ തുരത്തുന്നതിൽ ഇന്ത്യ സത്വരം കൈക്കൊണ്ട നിലപാട്, ഇതിലൊക്കെ തരൂരിന് കൺമറച്ച് നിൽക്കാൻ പറ്റത്തില്ല. നരേന്ദ്രമോദിയെ ഇക്കാര്യത്തിൽ വാഴ്ത്തി. ധീരമായ നിലപാട് എന്നുള്ളതാണ്. ഈ ലോകം മുഴുവൻ നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി പല പല സംഘാംഗങ്ങളെ ഇന്ത്യയിൽ നിന്ന് വിടുകയുണ്ടായി. അതിലൊരു സംഘത്തിൻ്റെ തലവൻ തന്നെ ആയിരുന്നല്ലോ ശശി തരൂർ. പ്രതിപക്ഷ നിരയിൽ നിന്ന് പോലും പ്രധാനമന്ത്രി ഓരോരുത്തരുടെയും പേരുകൾ ചോദിച്ചിരുന്നതാണ്. പക്ഷേ അതിനകത്ത് കോൺഗ്രസിൽ നിന്ന് കൊടുത്ത പട്ടികയിൽ തരൂരില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തരൂരിന് തഴഞ്ഞ ഒരു പട്ടികയാണ് കൊടുത്തത്. പക്ഷെ തരൂരിന് കേന്ദ്ര നേതൃത്വം തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തരൂർ ലോകത്തിന് മുന്നിൽ വിശദീകരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം രാജ്യതലസ്ഥാനത്തെത്തി. അപ്പോൾ സഭ കൂടുന്ന അവസരത്തിൽ അദ്ദേഹത്തോടെ പാർട്ടി ചോദിക്കുകയാണ്, വിശദീകരിക്കാനായിട്ട് തയ്യാറാണോ എന്ന്. തരൂർ പറഞ്ഞു, തരൂരല്ലല്ലോ വിശദീകരിക്കണ്ടേ, ഇനിയും വിശദീകരിക്കാൻ പ്രതിപക്ഷ നിരയിൽ പലരും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ തരൂർ മാറി നിന്നു. അമിത്ഷായുടെ പ്രസംഗത്തിലാണ് തരൂര് കൈയടിച്ചത്. അതും എവിടെ നിന്ന്? പ്രതിപക്ഷ നിരയിൽ നിന്നാണ്. അത് തന്നെ രാഹുൽ ഗാന്ധിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നതിന് തുല്യമാണ്. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇത് വേണ്ട തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഒരു ബില്ല് എങ്ങനെ സഭയിൽ അവതരിപ്പിക്കണം, ആ ബില്ലിനെ ചർച്ചയിൽ ഏത് തരത്തിൽ പങ്കെടുക്കണം, ചോദ്യോത്തര വേളയിൽ എന്തായിരിക്കണം, ഇതൊന്നും തന്നെ സഭാ നടപടിക്രമം ഇന്നേ വരെ മനസ്സിലാക്കാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ രാജ്യത്ത് പാർലമെൻറ്റിലുള്ളത്. ഒന്ന് ആലോചിക്കണേ, പ്രധാനമന്ത്രിയാകാൻ വേഷം കെട്ടി നടക്കുകയാണ്. ഭാവി പ്രധാനമന്ത്രി എന്നുള്ള ഒരു സ്ഥാനപ്പേര് ഏതായാലും അദ്ദേഹത്തിന് ഉണ്ട്. ആ ഡെസിഗ്നേഷൻ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് സഭാ നടപടിക്രമങ്ങൾ പോലും അറിയില്ല എന്നുള്ളതാണ്. പാർലമെൻറ്റിലേക്ക് ആര് എത്തപ്പെട്ടാലും അവർക്കൊക്കെ തന്നെ രാജ്യതലസ്ഥാനത്ത് പ്രത്യേക ഒരു ക്ലാസ് തന്നെയുണ്ട്. അതെല്ലാ പാർട്ടിയിലുള്ളവരും, അല്ലാതെ അതിനകത്ത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ തലമുതിർന്ന നേതാവെന്നോ എന്നൊന്നുമില്ല. പാർലമെൻറ്റിലേക്ക് ആദ്യം എത്തുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയണം. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പ്രധാനപ്പെട്ട ഒരു ബില്ല് സഭയിൽ അവതരിപ്പിച്ച അവസരത്തിൽ ഉണ്ടായിരുന്നോ സഭയിൽ? അതായത് പ്രധാനപ്പെട്ട ബില്ല് കാര്യമെന്ന് പറഞ്ഞാൽ ഈ നമ്മളത് എടുത്തു പറയാൻ കാര്യം, വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ഒരു എം പിയാണ്. വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന അവസരത്തിൽ സഭയിൽ വേണ്ടേ? ആ സമയത്ത് നാട് ചുറ്റാൻ പോയി. ഒന്ന് ആലോചിക്കണേ, ഇതാണോ ഈ നെഹ്റു കുടുംബമെന്നും കോൺഗ്രസ് പാരമ്പര്യമെന്നും ഒക്കെ പറയുന്നത്?
ഇവരുടെയൊക്കെ അപ്പൂപ്പൻ ജവഹർലാൽ നെഹ്റു അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന AKജിയുടെ പ്രസംഗം കേൾക്കാൻ പോലും കാതോർത്തിരിക്കുമായിരുന്നു. പ്രതിപക്ഷ നിരയെ ബഹുമാനിക്കുമായിരുന്നു. പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ഓരോ വാക്കുകളും പ്രധാനപ്പെട്ടതായിട്ടാണ് അവരൊക്കെ കണ്ടിരുന്നത്. ആ പാരമ്പര്യം പോലും അല്പമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ രാഹുലിനോ പ്രിയങ്കയ്ക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ ശശി തരൂരിനോടൊപ്പമുള്ള സംഘാംഗത്തിൽ ആയിരുന്ന മനീഷ് തിവാരിയെ പോലും സംസാരിക്കാനായിട്ട് പാർലമെന്റിൽ അനുവദിച്ചില്ല ഈ കോൺഗ്രസ് പാർട്ടി. ഇവിടെ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ദേശവിരുദ്ധമായ നിലപാടിലാണ് താല്പര്യം. 2019 വലിയ പ്രതീക്ഷയോടുകൂടി നിന്നതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന്. അന്ന് ആ സ്വപ്നം പൊലിഞ്ഞു പോയപ്പോഴാണ് എനിക്കിതൊന്നും വയ്യ എന്നും പറഞ്ഞ് കമ്പൊടിച്ചിട്ടിട്ട് നേരെ വിദേശത്ത് പോയി. അവിടെ പോയി മോദി വിരുദ്ധരായിട്ടുള്ളവരുമായി ചേർന്ന് രാജ്യത്തിനെതിരെ പറയാനും പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങി. രാജ്യത്ത് നിന്നുകൊണ്ടല്ല, വിദേശത്ത് നിന്നുകൊണ്ട്. അങ്ങനെയുള്ള സംഘങ്ങളുമായി ചേർന്നുകൊണ്ട് ആ കൂട്ടുകെട്ടാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. അതാണ് ഏറ്റവും വലിയ അപകടവും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോഴും ഇവിടെ എടുത്ത നിലപാടിനെ പ്രശംസിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ അധപ്പതനത്തിന് കാരണവും. ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക, രാജ്യത്തെ സംരക്ഷിക്കുക, ഇതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടി ഇപ്പോൾ പിരിച്ചുവിടേണ്ട ഗതികേടിലായിരിക്കുകയാണ്. പണ്ടേ ഗാന്ധിജി പറയാറുണ്ട്, കഴിഞ്ഞു ഇതിൻ്റെ ആവശ്യം, പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ EMS പലവട്ടം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം. അന്ന് EMSൻ്റെ നേരെ പലരും കൊമ്പ് ഓർക്കാൻ ചെല്ലുകയാണ് ചെയ്തത്. ഇപ്പോൾ രാജ്യം കോൺഗ്രസ് മുക്തഭാരതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിരിച്ചുവിടേണ്ട, സ്വയം പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അവരുടെ അടുക്കളയിൽ കെട്ടിയിരിക്കുന്ന ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ്. അമരക്കാരനായിട്ടിരിക്കുന്ന മല്ലികാർജുൻ ഖാർഗെയോ രാഹുൽ ഗാന്ധി പറയുന്ന വാക്കുകൾക്ക് അപ്പുറവുമില്ല ഇപ്പുറവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ദേശീയ പാർട്ടിയുടെ ഒരു ദുരന്തത്തിലേക്ക് ചെല്ലുകയാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേളയിൽ കോൺഗ്രസ് അതിൻ്റെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. എന്തായാലും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രാജ്യത്ത് ഈ പാർട്ടി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. അതിനിടയ്ക്ക് തന്നെ പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരും. അവിടെയൊക്കെ തന്നെ സംസ്ഥാന തലത്തിൽ ഇതെല്ലാം ഇല്ലാതായി വരും. പിന്നീട് 29 ദേശീയ തലത്തിൽ പൂർണ്ണമായി ഇല്ലാതാകുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾക്ക് കാണേണ്ടി വരിക.